ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് സ്കാലപ്പ് വർക്ക് എങ്ങനെ ലേസ് ഫാബ്രിക്കിൽ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഞാനിത് ഒരു നെക്ക് ഡിസൈനിന് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ടാണ് ഈ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്യുന്നത്. നമുക്ക് ദുപ്പട്ടയിലും ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്യാവുന്നതാണ്. ദെൻ ക്യാൻവാസ് അതേ മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് അയൺ ചെയ്ത് ഒട്ടിക്കണം. നിങ്ങൾക്ക് എത്ര വിട്ടിന്നാണോ ആ ഡിസൈൻ ചെയ്യേണ്ടത് അത് മാർക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 1 ഇഞ്ച് അകലത്തിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കൈവച്ച് റൗണ്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. എളുപ്പത്തിന് വേണ്ടി എന്തെങ്കിലും അടപ്പ് വെച്ച് നമുക്ക് ആ ഡിസൈൻ വരച്ചെടുക്കാം. എന്നിട്ട് മെഷീനിൽ സിഗ്സാഗ് ഡിസൈന് സെലക്ട് ചെയ്യുക. എൻ്റെ അതിൽ നമ്പർ 3 ആണ് സിഗ്സാഗ് ഡിസൈന് വരുന്നത്. ഇനി സ്റ്റിച്ച് ലെങ്ത്ത് വരുന്നത് ഏറ്റവും കുറച്ച്, അതായത് 1-ലോ 1.5-ലോ വെക്കുക. സ്റ്റിച്ച് വിഡ്ത്ത് വരുന്നത് മാക്സിമത്തിൽ, അതായത് 5-ൽ വയ്ക്കുക. ഇനി നമുക്കത് ഫാബ്രിക്കിൽ സിഗ്സാഗ് ഡിസൈനിൽ വെച്ച് സ്കാലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അത് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കർവിലും സൂചി കുത്തി നിർത്തിയിട്ട് നെക്സ്റ്റ് കർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുള്ളൂ. ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഒട്ടിച്ച് വെച്ച ക്യാൻവാസ് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ള ത്രെഡൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ എഡ്ജ് കട്ട് ചെയ്തെടുക്കണം. എഡ്ജ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത സ്കാലപ്പ് വർക്കിൽ തട്ടാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിത് എല്ലാ ഫാബ്രിക്കിലും ചെയ്യാവുന്നതാണ്. കോട്ടണിലും ഷിഫോണിലും എല്ലാ ഫാബ്രിക്കിലും ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ക്യാൻവാസ് ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഡിസൈൻ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്കാലപ്പ് വർക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു നെക്ക് ഡിസൈനിന് വേണ്ടിയിട്ടാണ് ഈ ലേസ് ഫാബ്രിക് സ്കാലപ്പ് ചെയ്തെടുത്തത്. ഇത് ദുപ്പട്ടയിലൊക്കെ ചെയ്യുമ്പോൾ 4 ബോർഡറിലൊക്കെ ചെയ്യുമ്പോൾ ഒരു ½ ആൻ അവർ ടൈമേ ആവശ്യമുള്ളൂ. പക്ഷേ ഒരു 600 റുപ്പീസൊക്കെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും.